ഇന്നത്തെ ആഴ്ത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലാപുരം. ഇന്ന് മെയ് മാസം 2, 2024 വ്യാഴാഴ്ച. സവ്വാൽ മാസം 23 മേടമാസം 19 ഇന്ന് വരുന്നത്. മണ്ണാർക്കാട് പറയുന്നൊരു സ്ഥലത്ത് അമ്പംകുന്നിൻ്റെ നേർച്ചയൊക്കെ നടക്കുന്നതിൻ്റെ അടുത്ത് അൽ അമീൻ എന്ന പേരിലൊരു പെൺകുട്ടികളെ പഠിപ്പിച്ച് വളർത്തുന്ന ഒരു യത്തീംഖാനയുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞു കുട്ടികളെ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ കൊണ്ട് വിട്ടതാണ്. അവിടെ പോയി പഠിച്ച് വലുതാക്കി ആ കുട്ടികൾക്കൊക്കെ ഒരു ജീവിതം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കെട്ടിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ യത്തീംഖാനയിൽ പഠിച്ച 6 പെൺകുട്ടികളുടെ കല്യാണമാണവേ ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് മാസം 4 അവിടുത്തെ യത്തീംഖാന ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കുന്നത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ അവർ അവിടെ കൊണ്ട് വിടുമായിരുന്നോ? ഇല്ല. അപ്പോൾ വാപ്പയും മരിച്ചതോ അല്ലെങ്കിൽ വാപ്പ ഇല്ലാത്ത കുട്ടികളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും അവിടെ പഠിച്ച് അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ദീനിനെ മാതൃകയാക്കിയ പെൺകുട്ടികളാണ് കല്യാണം കഴിക്കാൻ പോണത്. അവരെ കിട്ടുന്ന ആൾക്കാർ നല്ല ദീനീ ബോധമുള്ളവരാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഡെസ്ക് ടോപ്പിലേക്ക് വാർത്ത. മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ അമ്പംകുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ നാമധേയത്തിൽ 2004 സ്ഥാപിതമായ അൽ അമീൻ ബീരാൻ ഔലിയ ബാലിക യത്തീംഖാന അഗതി മന്ദിരത്തിൽ താമസിച്ചു പഠിച്ചു വരുന്ന 100ഓളം അനാഥകളും അഗതികളുമായ പെൺമക്കളിൽ 6 പേരുടെ വിവാഹം മെയ് മാസം 4 യത്തീംഖാന അങ്കണത്തിൽ വെച്ച് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് വാഹിദ് ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത നേതാക്കന്മാരുടെ സാന്നിധ്യം വേദിയെ അലങ്കരിക്കും. തുടർന്ന് അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് PM പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ് ഹാജി സ്വാഗത ഭാഷണം നടത്തും. മർക്കസ് നോളജ് സിറ്റി CEO ബഹുമാനപ്പെട്ട EV അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടന പ്രഭാഷണവും മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ബഹുമാന്യനായ ഫായിദ ബഷീർ ഹാജി മുഖ്യ പ്രഭാഷണവും നടത്തും. ശേഷം സയ്യിദ് ഇബ്രാഹിം തങ്ങൾ വട്ടമ്പലം, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ സിദ്ദീഖ് ചേപ്പോടൻ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ് മാസ്റ്റർ, ജനാബ് മുഹമ്മദ് അലി, രാജൻ P, ഷാജഹാൻ, രവി അടിയത്ത്, CPM കാഞ്ഞിരപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം ദിലീപ് മാസ്റ്റർ, CPM കാഞ്ഞിരപ്പുഴ LC സെക്രട്ടറി അരുൺ ഓലിക്കൽ, CPI കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, NCP നേതാവ് സദക്കത്തുള്ള പടലത്ത്, ജനതാദൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി ബാലൻ പൊറ്റശ്ശേരി, കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി, മണ്ണാർക്കാട് സഫിയ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി ദാരിമി, പാലക്കാട് ജില്ലാ ഓർഫനേജ് അസോസിയേഷൻ ട്രഷറർ സൈനുദ്ദീൻ മൈലമ്പുള്ളി, ഉമർ മദനി കൊപ്പം, അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ഹംസ മുസ്ലിയാർ പൊമ്പ്ര, ഹംസക്കുട്ടി ബാക്കവി കരിമ്പ, മുഹമ്മദ് ഉസ്താദ് അമ്പംകുന്ന്, അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചൂരിയോട്, നാസർ മിസ്ബാഹി ചിറക്കൽപ്പടി, കരീം അമ്പംകുന്ന് എന്നിവരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നതാണ്. പ്രസ്തുത നിക്കാഹ് സദസ്സിലേക്കും വിവാഹ സൽക്കാരത്തിലേക്കും മാന്യ പ്രേക്ഷകരെ പ്രത്യേകം ക്ഷണിക്കണമെന്ന് ട്രസ്റ്റ് സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ് ഹാജി ആവശ്യപ്പെട്ടു. ആൽത്തൂർ വാർത്തകൾ തുടരുന്നു. മെയ് ദിനം അതിൻ്റെ ഭാഗമായിട്ട് ആൽത്തൂർ അങ്ങാടി കൂടെ അതുപോലെ പല നാടുകളിലും നല്ല രീതിയിൽ മെയ് ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് പണിക്കാർ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു. ലോഡിങ്ങുകാരും ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന തൊഴിലാളികളും കാർ ഓട്ടിക്കുന്നവരും അങ്ങനെ ഒന്നും വേണ്ട തൊഴിലാളി മേഖലയിലത്തെ എല്ലാവരും ഈ പെരുവെയിലത്ത് അവൻ്റെ കൊടിയും ബാനറൊക്കെ പിടിച്ചിട്ട് ചിന്ത വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു.
എല്ലാ കൊല്ലവും മെയ് 1 മെയ് ദിനം ആഘോഷിക്കുമ്പോൾ അന്ന് തൊഴിലാളികളൊക്കെ പണിക്കാരൊക്കെ പണി നിർത്തി വെച്ചിട്ട് ലീവ് എടുത്തിട്ട് വീട്ടിൽ മുണ്ടാണ്ടിരിക്കുകയാണ് പതിവ്. മഴ ഇപ്പോൾ പെയ്യും കൽസലായ ഇടിമിന്നലും വാളുമിന്നലും കാറ്റും കോളൊക്കെ ഉണ്ടാകുന്ന കാലാവസ്ഥ നിരീക്ഷകർ പറയാൻ കാലം കുറേ. നമ്മുടെ പാലക്കാട്ടേക്ക് മാത്രം മഴ വരുന്ന ലക്ഷണമൊന്നും ഇല്ലയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ചുകൂടി കടുകട്ടിയുള്ളതാക്കി. ഇനി ആദ്യം പാതി പോയിട്ട് വണ്ടി ഓടിച്ചതിന് ശേഷമാണത്ര എച്ച് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്ന് എടുക്കാൻ പറ്റുള്ളത്ര. പാതി കൂടെ വണ്ടി ശരിക്കും ഓടിച്ച് കാണിക്കണം, എന്നാൽ തന്നെ RT ഓഫീസർ ലൈസൻസ് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ പുതിയ നിയമം വന്നതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാരും CITക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 30-60 പേർക്കാണത്ര ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ അവസരം ഒരുക്കി കൊടുക്കുക. ഇവർ 30 എന്ന് പറഞ്ഞു, പിന്നെ അത് 60 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പഠിക്കാൻ വരുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞത്. മന്ത്രി എന്ന് പറയും, അതുപോലെ ട്രാൻസ്പോർട്ട് വകുപ്പുകാർ, മോട്ടോർ വകുപ്പുകാർ വേറെന്ന് പറയും. അത് ശരിയാകുന്നില്ല. എങ്ങനെയായാലും പഠിക്കുന്നവർക്ക് ആപ്പിലാകും, ഗതികെട്ട രീതിയിൽ അത് ജീവിക്കേണ്ട അവസ്ഥയിൽ വരും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അണക്കെട്ടുകളിൽ 2 ആഴ്ചയ്ക്കുള്ള വെള്ളം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ മഴ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. പത്തനാപുരം പാലം പൊളിച്ചു. കാവുശ്ശേരിയിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന ചെറിയ കുഞ്ചിപ്പാലം പൊളിച്ചു. ആവശ്യത്തിന് പൊക്കവും വീതിയില്ലാണ്ട് മഴക്കാലത്ത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന പാലം പൊളിക്കേണ്ട ആവശ്യമാണെന്നാണ് പറയുന്നത്. പകരം മണ്ണിട്ട് പൊക്കിയിട്ട് പോയിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അപ്പുറത്തേക്ക് കടക്കാനുള്ള പാതയൊക്കെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മഴക്കാലം കഴിയുമ്പോഴേക്കൊക്കെ പൊളിച്ച് പുതിയതൊക്കെ ഉണ്ടാക്കാം 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്നാണ് അതിൻ്റെ ഒരാളുങ്കൽ കമ്പനിക്കാർ പറയുന്നത്. അവരാണത് കരാറ് ഏറ്റെടുത്തെടുക്കുന്നത്. 8.25 കോടിയാണ് അത് ഉണ്ടാക്കാനുള്ള ചിലവ്. 26 മീറ്ററാണ് പത്തനാപുരം പാലത്തിന് ഉള്ളത്. പുതിയതിന് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ വാരത്തിൽ കൂടെ നടന്നു പോകണമായിരിക്കും, സൈക്കിളിൽ പോകണമായിരിക്കും ഒരു വഴി വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് മാത്രം കറണ്ട് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റും ഫാനൊക്കെ ഓഫാക്കണമെന്ന് കറണ്ട് ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. മണ്ണാർക്കാട്ടിൽ 2 പേര് കുഴഞ്ഞു വീണ് മരിച്ചു. ഒരാൾ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തളർന്നു വീണിട്ടാണ് മരിച്ചത്. ചൂട് സഹിക്കാൻ പറ്റാണ്ട് പലവിടെയും ചൂട് കുരുവും അരച്ചരങ്ങ് മുഖത്ത് കരുവാളിപ്പൊക്കെ വന്നിട്ടുണ്ട് പല ആളുകളുണ്ട്. പുറത്തിറങ്ങണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. കുട്ടികളോട് പ്രത്യേകിച്ച് 11 മണി മുതൽ മോന്തിയാകുമ്പോൾ 4 മണി വരെ ഒരു കാരണവശാലും വെയിൽ കൊള്ളണം, ഒരു പണിക്കും ആരും നിൽക്കണ്ട, കുട്ടികളുടെ കളിക്കാനും വേണ്ട, മാട്ടിനെയും പോത്തിനെയൊന്നും തൊടി കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്. ഇനി ഇറച്ചിക്ക് വില കൂട്ടാൻ പോവുകയാണെന്ന് പോത്തിറച്ചി കച്ചവടക്കാർ പറയുന്നു. പോത്തിനും മറ്റ് മാടുകൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെയിലത്ത് കെട്ടിയിരുന്നുകൊണ്ടും വെയിൽ താങ്ങാണ്ടൊക്കെ ഒക്കെ ചത്തു പോവുകയാണെന്നൊക്കെ പറയുന്നു. കൊറോണ കാലത്ത് ഊസി വെച്ചവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടി. കോവിഷീൽഡ് എന്ന പ്രതിരോധ കുത്തിവെപ്പെടുത്തവർക്കൊക്കെ ഇപ്പോൾ വയ്യായി കൂടി വരികയാണ്. ശ്വാസം കിട്ടാണ്ടും കൂട്ടം കൂടിയ തിരിയാണ്ടും തളർച്ചയും ക്ഷീണവും കൂടിയിട്ട് ആൾക്കാർ വേഗം മരിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ ആഴ്ച വാർത്തകൾ കഴിഞ്ഞു.